മക്കളെ നമസ്കാരം. നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ എഴുതാൻ പഠിച്ചു അല്ലേ? എഴുതുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ വ്യഞ്ജന ശബ്ദത്തിന് ഒരു ചന്ദ്രകല ഇടും, എന്നിട്ട് ഒരു സ്വരാക്ഷരം ചേർക്കും. അപ്പോഴാണ് ഒരു വ്യഞ്ജനാക്ഷരം കിട്ടുന്നത്. ഇപ്പം ചിഹ്നങ്ങളൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ആ ചേർത്താൽ മതി അല്ലേ? അതിൻ്റെ വ്യഞ്ജന രൂപം ഏതാണ്? കായാണെങ്കിൽ ക, ചായാണെങ്കിൽ ച, തായാണെങ്കിൽ ത. ഇനി നമുക്ക് ദീർഘിപ്പിച്ചു കൊടുക്കണമെങ്കിലോ സ്വരാക്ഷരം ആ എന്നുള്ളതിന് പകരം ആ ചേർക്കും അല്ലേ? അപ്പോൾ സ്വരാക്ഷരമാണ് വ്യഞ്ജനാക്ഷരങ്ങളുടെ പ്രധാന ഭാഗം. അടുത്തത് അതിൻ്റെ വ്യഞ്ജന രൂപം, ചന്ദ്രകലയുള്ള ആ രൂപത്തിനും ഒരു പേരുണ്ട്. അതായത് അതിൻ്റെ ശബ്ദം മാറുന്നില്ല. ക, ത, പ എന്നുള്ള ആ ശബ്ദം, അതിന് പറയുന്നതാണ് വ്യഞ്ജനവർണ്ണങ്ങൾ. വർണ്ണം എന്ന് പറഞ്ഞാൽ അറിയാലോ, ശബ്ദത്തെ പിരിക്കാൻ പറ്റില്ല. അപ്പൊ വ്യഞ്ജനവർണ്ണങ്ങൾ എന്നുള്ള ഒരു പുതിയ വാക്ക് നമ്മൾ ഇന്ന് പഠിച്ചു കേട്ടോ.